പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും വളരെയധികം ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന ഒരു പരീക്ഷ തന്നെയാണ് നമ്മുടെ 10th ലെവൽ പ്രിലിമിനറി പരീക്ഷ. അപ്പോൾ ഇതാ പുതിയൊരു 10th പ്രിലിമിനറി പരീക്ഷ വരാനായിട്ട് പോവുകയാണ്. നമ്മളെല്ലാവരും കൺഫർമേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരീക്ഷ കൃത്യമായിട്ട് മെയ് ജൂൺ കാലയളവിൽ തന്നെ ഉണ്ടാകുമെന്നാണ് കേരള PSCയുടെ പുതിയ നോട്ടീസിനകത്ത് അവർ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും 10th പ്രിലിമിനറി പരീക്ഷ 2022 മെയ് ജൂൺ മാസങ്ങളിൽ വിവിധ ഘട്ടങ്ങളായിട്ടായിരിക്കും നടത്തുക. 157 തസ്തികകളിലേക്കാണ് പ്രിലിമിനറി പരീക്ഷ ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സിലബസും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു PDF-ൻ്റെ കൂടെ തന്നെ കേരള PSC നൽകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു PDF ആവശ്യമെന്നുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയം തന്നെ ഇതിൻ്റെ PDF ഞാൻ എൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്ത ശേഷം അതിൻ്റെ വലതു ഭാഗത്തായിട്ട് ഈ റെഡ് കളറിൽ കാണുന്ന സിലബസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും, അതാത് തസ്തികകളിലേക്കുള്ള PDF അല്ലെങ്കിൽ ആ സിലബസിൻ്റെ PDF ഡൗൺലോഡ് ചെയ്യാനായിട്ട് കഴിയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നോക്കാം ഏതൊക്കെ തസ്തികകളാണ് നിലവിൽ കേരള PSCയുടെ 10th പ്രിലിമിനറിക്ക് അത് വരുന്നതെന്ന് നമുക്ക് നോക്കാം. മാട്രൺ ഫീമെയിൽ, തിയേറ്ററിക്കൽ മെക്കാനിക്ക്, അതുപോലെ തന്നെ ഇതിൻ്റെ വലതു ഭാഗത്തായിട്ട് നോക്കിയാൽ ഈ നമ്പേഴ്സ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്തവരുടെ എണ്ണമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, PDF ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് അതെല്ലാം മനസ്സിലാവുന്നതായിരിക്കും. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 ഉണ്ട്, സെക്യൂരിറ്റി ഗാർഡിൻ്റേതുണ്ട്, ജൂനിയർ അസിസ്റ്റൻറ്റിൻ്റേതുണ്ട്, അതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ നമ്മളെല്ലാവരും കണ്ടതാണ്, ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ. അതിലേക്ക് നിലവിൽ അയച്ചിട്ടുള്ള 44,000 വേക്കൻസീസാണ് നിലവിലേക്ക് അയച്ചിട്ടുള്ളത്. വളരെ കുറവാണ്, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ശ്രമിച്ചാൽ നമുക്ക് എഴുതിയെടുക്കാനായിട്ട് കഴിയുന്ന ഒരു എക്സാം തന്നെയാണ് പോലീസ് കോൺസ്റ്റബിളിൻ്റെ IRB അല്ലെങ്കിൽ ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ എന്ന് പറയുന്ന റെഗുലർ വിങ്ങിൻ്റേത്. 100 മാർക്കിനുള്ള പരീക്ഷയാണെന്ന് പറയുന്നുണ്ട്. 1 മണിക്കൂർ 15 മിനിറ്റാണ് പരീക്ഷയുടെ സമയമെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വർക്ക് പ്ലാനർ അല്ലെങ്കിൽ അറ്റൻഡർ ഗ്രേഡ് 2, ജൂനിയർ ടൈപ്പിസ്റ്റ്, ഓഫീസ് അറ്റൻഡൻറ്റ്, അതുപോലെ തന്നെ പിന്നെ വന്നിട്ടുള്ളതാണ് ജൂനിയർ ടൈപ്പിസ്റ്റ് ക്ലർക്ക്, അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ. നമ്മളെല്ലാവരും അന്ന് വളരെ ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന ഒരു പോസ്റ്റാണ് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ. പ്രിസൻ്റെ പരീക്ഷയാണ്. അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്തവരും കമ്പാരിറ്റീവ്ലി കുറവാണ്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. NCA കാറ്റഗറിയൊക്കെ വരുന്നുണ്ട്, എന്നാലും കമ്പാരിറ്റീവ്ലി കുറവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് എഴുതിയെടുക്കാനായിട്ട് കഴിയുന്ന ഒരു പരീക്ഷ തന്നെയാണ് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ. പിന്നെ വന്നിട്ടുള്ളതാണ് വർക്ക് അസിസ്റ്റൻറ്റ് വന്നിട്ടുണ്ട്, സെക്യൂരിറ്റി ഗാർഡ്, അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിനെ വിവിധ NCA കാറ്റഗറികൾക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ LD ക്ലർക്ക്, എക്സ് സർവീസ് മാൻ ഓൺലി വിളിച്ചിട്ടുണ്ടായിരുന്നു. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് VFA. നമ്മൾ ഇതിൻ്റെ എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഉപയോഗിച്ച് തന്നെ ഇനി തൊട്ട് ക്ലാസ് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ലഭിക്കുന്നതിനായിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. കാര്യം ഇനിയുള്ള ക്ലാസ്സുകളെന്ന് പറയുന്നത് നമ്മുടെ 10th പ്രിലിമിനറി ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ +2 മെയിൻസ് വരാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകളുടെ കൂടെ തന്നെ നമ്മൾ ഇനി 10th പ്രിലിംസും കൊണ്ടുപോകുന്നതായിരിക്കും. അപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് വിളിച്ചിട്ടുണ്ട്, LD ടൈപ്പിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, റിസർവ് വാച്ചർ, അതിൻ്റെ ഒരുപാട് പേര് റിസർവ് വാച്ചറിന് അയച്ചിട്ടുണ്ടായിരുന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ റിസർവ് വാച്ചറും ഒരുപാട് പേര് അപ്ലൈ ചെയ്ത ഒരു പോസ്റ്റ് തന്നെയാണ് റിസർവ് വാച്ചർ എന്ന് പറയുന്നത്. പിന്നെ ലബോറട്ടറി അസിസ്റ്റൻറ്റ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പോലുള്ള പോസ്റ്റുകളും നമ്മളെല്ലാവരും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ്. അതിനുശേഷം വന്നിട്ടുള്ളത് പിയൂൺ വാച്ച്മാൻ്റെതാണ്. പിയൂൺ വാച്ച്മാൻ, സെക്യൂരിറ്റി അസിസ്റ്റൻറ്റ്, അതുപോലെ തന്നെ ഹവിൽദാർ ആംഡ് പോലീസ് ബറ്റാലിയൻ്റേത്, ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ, മെയിൽ വാർഡൻ, സെർജൻറ്റ്, ടെലിഫോൺ ഓപ്പറേറ്റർ, LD ക്ലർക്കിൻ്റെ വിവിധ കാറ്റഗറികളിലേക്കുള്ള LD ക്ലർക്ക്, അസിസ്റ്റൻറ്റ് സെയിൽമാൻ, ഡ്രില്ലിംഗ് അസിസ്റ്റൻറ്റ്, അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ, മിക്സിംഗ് സൂപ്പർവൈസർ, UD സ്റ്റോർ കീപ്പർ, സെക്ഷൻ കട്ടർ, അറ്റൻഡർ ഗ്രേഡ് 2, അങ്ങനെ ഒരുപാട് തസ്തികകളിലേക്ക് നിലവിൽ ഇപ്പോൾ കേരള PSC വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു നോട്ടിഫിക്കേഷൻ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് മറക്കരുത്. ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് ഒന്ന് സന്ദർശിച്ചാൽ മതി. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആ നിമിഷം തന്നെ എന്ത് ചെയ്യും, ഞാൻ എൻ്റെ PDF നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, കൺഫർമേഷനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കൊടുക്കുക. സൈറ്റുകൾ ബിസിയാണ്, അതുകൊണ്ട് തന്നെ അവസരം കളയരുത്. പെട്ടെന്ന് എത്രയും വേഗം തന്നെ കൺഫർമേഷനൊക്കെ കൊടുത്ത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് വരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകളെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10th പ്രിലിംസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ചാനലിൽ ഉണ്ടാവുക. തീർച്ചയായിട്ടും ക്ലാസ്സുകൾ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളും വീഡിയോസ് നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. എന്തായാലും പുതിയ വീഡിയോയും ക്ലാസ്സുകളൊക്കെ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.